പൂ വേണ്ട, ഡോളർ മതി. KP-യുടെ ശവം വെച്ച് ഒടുക്കത്തെ തെണ്ടൽ. പിരിച്ച് ആത്മീയ ലോകത്ത് തൻ്റെതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത KP യോഹന്നാന്റെ ശവം വെച്ചും അവസാന പിരിവിനുള്ള ശ്രമവുമായി യോനാച്ചന്റെ തീവട്ടി സഭ രംഗത്ത്. നാളെ, അതായത് മെയ് മാസം 15-ാം തീയതി KP യോഹന്നാന്റെ മൃതദേഹം അമേരിക്കയിലെ ഡാലസിൽ പൊതുദർശനത്തിന് വെക്കുവാനാണ് പരിപാടി ഇട്ടിരിക്കുന്നത്. ഈ വിവരം അറിയിച്ച് നേരത്തെ തന്നെ തിരുവല്ല സഭയുടെ ആസ്ഥാനത്ത് നിന്നും വാർത്താക്കുറിപ്പിറക്കിയത് ഇപ്രകാരമായിരുന്നു. 2024 മെയ് 15 ബുധനാഴ്ച വൈകുന്നേരം 4 മുതൽ 8 വരെ ഡാലസിലെ റെസ്ലാൻ ഫ്യൂണറൽ ഹോമിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. യോഹന്നാനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വരുന്നവർ ചുമ്മാ പൂക്കളും കൊണ്ടുവരാതെ പകരമായി കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ യോഹന്നാന്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിന്നിരുന്ന ശുശ്രൂഷാ പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിനായി ഇൻ മെമ്മറി ഫോർ എറ്റേണിറ്റി എന്ന പ്രത്യേക ഫണ്ടിലേക്ക് സംഭാവനകൾ കനത്തിൽ കവറിലാക്കി നൽകാവുന്നതാണെന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. യോഹന്നാന്റെ നാമത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം തുടങ്ങിവെച്ച തീവട്ടിക്കൂട്ടത്തിൻ്റെ പേരിൽ ഇനി വെളിയിലിറങ്ങിയാൽ 5 പൈസ കിട്ടില്ല, അടിയും കിട്ടുമെന്ന് ഉറപ്പുള്ളതിനാലാണ് ഒടുക്കത്തെ ഈ തെണ്ടൽ നടത്തുന്നത്. ഇവന്മാർക്ക് എന്തെങ്കിലും ഉളുപ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ സമയത്ത് ഇപ്രകാരം ഒരു വാർത്താക്കുറിപ്പിറക്കി തെണ്ടുമായിരുന്നു. കള്ളപ്പദ്ധതികളുടെ പേരിൽ ഞങ്ങളെ വലിപ്പിച്ച് ഇത്രയുമൊക്കെ തിന്നത് പോരടാ മോന്മാരെ എന്നാണ് അമേരിക്കയിലെ ഇൻഡിപെൻഡന്റ് സഭക്കാർ ഇത് കണ്ട് ചോദിക്കുന്നത്. 10% എല്ലാ മാസവും ദശാംശം കൊടുത്തില്ലെങ്കിൽ വയറിളകുന്ന അസുഖമുള്ളവരാണത്രേ ഈ ഇൻഡിപെൻഡന്റ് ചർച്ചുകാർ. ഇവരെ ലക്ഷ്യം വെച്ചാണത്രേ ശവം പോലും വെച്ച് ഒടുക്കത്തെ പിരിവെടുക്കുന്നത്. KP യോഹന്നാന്റെ ശവശരീരം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാതെ സഭ എന്ന് പറയുന്ന തീവട്ടിക്കൂട്ടത്തിന്റെ നിയന്ത്രണത്തിൽ തിരുവല്ലയിൽ കൊണ്ട് കുഴിച്ചിടുവാനുള്ള പരിപാടികളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത്. KP യോഹന്നാന്റെ 12 ദിവസം പഴക്കമുള്ള മൃതദേഹം തിരുവല്ലയിൽ എത്തിച്ച് ഉമ്മൻചാണ്ടിയെ അന്ന് കൊണ്ടുപോയതുപോലെ നാട് നീളെ ചുമന്നുകൊണ്ട് നടന്ന് ഒടുക്കം കൊണ്ട് സംസ്കരിക്കുവാനാണ് തീരുമാനം. KP യോഹന്നാന്റെ കുടുംബാംഗങ്ങൾക്ക് സഭയുടെ ആസ്ഥാനത്തിന്റെ കോമ്പൗണ്ടിൽ കയറുവാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള കോടതി ഉത്തരവുകൾ ഇതിനോടകം സഖാവ് പന്തപ്പള്ളി കരസ്ഥമാക്കിയിട്ടുണ്ട്. കുടുംബമായി ഇടതുപക്ഷ സഹയാത്രികരായ സിജോ പന്തപ്പള്ളി ഒരു ക്രിമിനൽ കേസിനെ തുടർന്ന് നാടുവിട്ടാണ് കൽക്കട്ടയിൽ എത്തിച്ചേർന്നത്. പിന്നീട് അദ്ദേഹം അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പാസ്റ്ററൽ സെന്ററിൽ നിന്നും DTH എടുത്തു. പിന്നീടാണ് അദ്ദേഹം KP യോഹന്നാന്റെ കൂടെ ആത്മീയാത്ര പ്രവർത്തനങ്ങൾക്കായി ചേർന്നത്. ഇടതുപക്ഷവുമായി ചേർന്ന് വിമാനത്താവള പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയതിന് പിന്നിലും സഹാബ് പന്തപ്പള്ളി തന്നെയായിരുന്നു. ഇനി അധികം താമസിക്കാതെ KP-യുടെ പ്രസ്ഥാനങ്ങളെല്ലാം ഇടതുപക്ഷ നേതാക്കളുടെ നിയന്ത്രണത്തിലുള്ള പ്രധാന കക്ഷികളുടെ കയ്യിലേക്ക് ചെന്നു ചേരും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഇനി സഹാബ് പന്തപ്പള്ളി പറയുന്നതിനപ്പുറത്തേക്ക് ഒരൊറ്റ ബിഷപ്പും നിൽക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. പന്തപ്പള്ളി നിർദ്ദേശിക്കുന്ന ബിഷപ്പ് വേഷധാരിയായിരിക്കും അടുത്ത പരമൻ അധ്യക്ഷൻ. ആ റബ്ബർ സ്റ്റാമ്പായിരിക്കും പന്തപ്പള്ളിക്ക് വേണ്ടി ഭരണം നടത്തുന്നത്. ഒത്തുനിന്നാൽ എല്ലാവന്മാർക്കും എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാം, അല്ലാതെ കടകം തിരിഞ്ഞ് തൊഴുത്തിൽ കുത്തിയാൽ പഴയ മൈക്കാട് പണിക്ക് പോകേണ്ടി വരും എന്നാണ് പന്തപ്പള്ളി ബിഷപ്പുമാരോട് പറഞ്ഞിട്ടുള്ളത്. അതവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലാത്തതിനാൽ അവർ ഒരേ സ്വരത്തിൽ സഹാബ് പന്തപ്പള്ളി പറഞ്ഞ ബിഷപ്പിനെ തങ്ങളുടെ പെരിയ തീവട്ടിയായി തിരഞ്ഞെടുക്കും. പന്തപ്പള്ളി ഇരുന്ന് ഭരിക്കും. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. KP യോഹന്നാന് മൂറോൻ ബ്ലാക്കിൽ വിറ്റ് കോടികൾ മേടിച്ച് സഭയുടെ അധ്യക്ഷനും കാശ് മേടിച്ച് KP യോഹന്നാന് കൈവെപ്പ് കൊടുത്ത സഭയുടെ പരമ അധ്യക്ഷനും KP യോഹന്നാന്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കും എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഇന്ത്യയിലും പ്രത്യേകിച്ച് ഏഷ്യയിലും ക്രൈസ്തവവൽക്കരണത്തിന്റെ പേരിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് തട്ടിച്ചു കൊണ്ടുവരുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സംഘടനയായ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന പേരിൽ മുമ്പറിയപ്പെട്ടിരുന്ന GFA വേൾഡിന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്നു KP യോഹന്നാൻ. ഭാര്യ ഗിസല, മകൻ ഡാനിയേൽ, മകൾ സാറ, പേരക്കുട്ടികൾ ഡേവിഡ്, എസ്തർ, ജോന, ഹന്ന, ലിഡിയ, നവോമി, നോഹ. വചനക്കച്ചവട വ്യവസായ രംഗത്തെ ഇന്ത്യയിലെ അതികായനാണ് കാറിടിച്ചു കൊല്ലപ്പെട്ട KP യോഹന്നാൻ. കണ്ണൂരിൽ ജനിച്ച സജിത്ത് എന്ന മൊട്ടത്തലയനിലാണ് ഇനി ആകെയുള്ള പ്രതീക്ഷ. ചൊറിപിടിച്ചതും വക്കുചളങ്ങിയതും വവ്വാല് കടിച്ചതുമായ ഒത്തിരി ഇനങ്ങൾ തട്ടിട്ട് തുള്ളി തുട്ടുവാരുന്നുണ്ടെങ്കിലും KP-യുടെ 7 അയൽവക്കത്ത് വരില്ല ഇവന്മാരൊന്നും. അതുകൊണ്ട് നമുക്ക് കഠിനമായി മൃഗീയമായി 2 കൈയും പൊക്കിയിരുന്ന് പ്രാർത്ഥിക്കാം. അവസാനമായി ഒരു പ്രാർത്ഥനാ സഹായം ചോദിക്കുകയാണ്. i2i ന്യൂസ് പൂട്ടണം എന്നാവശ്യപ്പെട്ട്
ജെട്ടി മുതലാളി യൂട്യൂബിന് കമ്പിയടിച്ചിരിക്കുകയാണ്. എന്തും സംഭവിക്കാം. പണി കിട്ടിയാൽ അടുത്ത 10 ചാനലുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. എന്നിട്ട് അവൻ്റെ അണ്ണാക്കിൽ കയറിയിരുന്ന് ഞങ്ങൾ വാർത്ത വായിക്കും. അതിന് ദൈവത്തിൻ്റെ കരുണ വേണം. അതിനായി പ്രാർത്ഥിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.